വന്ദേ ഭാരതിലുള്ള നമ്മുടെ യാത്രയും, അതുപോലെ വന്ദേ ഭാരതിൽ കഴിച്ചുള്ള ഫുഡിനെയൊക്കെ പറ്റിയിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി വീഡിയോ കാണുക. ആ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. വന്ദേ ഭാരത് ഇറങ്ങിയത് നല്ല വിശപ്പായിട്ടാണ് കേട്ടോ. ഞങ്ങൾ നേരെ എത്രയും പെട്ടെന്ന് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് തവണ കേട്ടോ കേട്ടോ എന്ന് പറയുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. 12 മണിക്കാണ് നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ ടൈം ഉണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം 12:30 ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അടുത്തുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന വേറെ പല ബ്രാഞ്ചിലുള്ള ഡെന്റിസ്റ്റുമാരും അവിടെ തന്നെയായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ കുറച്ചുപേരെയൊക്കെ നമ്മൾ ലോബിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ എന്നുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ തിരക്കിലായിരുന്നു. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്, ഇവിടെ യൂബർ ഇല്ല ഗൈസ്. എറണാകുളത്ത് താമസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് കേട്ടോ. നമുക്ക് ഏത് ആപ്പ് വന്നാലും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേരളത്തിലെ എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് ഒരുമാതിരി എല്ലാ ആപ്പുകളും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ണൂരത്തെ ഓട്ടോക്കാർ ചേട്ടന്മാരെ പറ്റി പറയാതിരുന്നാൽ വലിയ നന്ദികേടായി പോകും. കാരണം അവർ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ദേ ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് വഴിയൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടുന്ന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ നടന്നു പോകുന്ന ഒരു ദൂരത്തിൽ തന്നെയായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. ഫുഡ് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുറേ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കിഴിപ്പൊറോട്ടയെ പറ്റി ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നല്ല വിശപ്പുണ്ട് ഗൈസ്. എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കഴിക്കാം എന്നുള്ള മനോഭാവത്തിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ചെന്നപ്പോൾ തന്നെ എന്തായാലും സീറ്റ് കിട്ടി. പക്ഷേ എന്നാലും ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നല്ല ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിനെ പറ്റി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കണ്ണൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങൾ കിഴിപ്പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങൾ 2 കിഴിപ്പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീഫും ഒന്ന് മട്ടൻ കിഴിപ്പൊറോട്ടയും. ഇത് കാണുന്ന എൻ്റെ ട്രെയിനർ ചിലപ്പോൾ എന്നെ പനിക്കിടാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഐ ആം ദി സോറി എളിയ, കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാതെ ഒരു വഴിയില്ല. റെസ്റ്റോറൻറ്റ് പേര് ബർക്ക എന്നാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫിഷ് റോസ്റ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചു. കാരണം കിഴിപ്പൊറോട്ട തന്നെ അത്യാവശ്യം ഹെവി ആയിരിക്കും. അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡിനോടൊപ്പം തന്നെ നല്ല ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഫുഡ് ഒന്ന് തുറന്നു നോക്കാം. നോർമൽ കിഴിപ്പൊറോട്ട കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഇതുപോലൊരു വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു കേട്ടോ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബീഫ് കിഴിപ്പൊറോട്ടയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തുറക്കുമ്പോൾ ഉള്ള സ്മെല്ല് തന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ. നമുക്കത് പിച്ചുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ആയിരുന്നു കേട്ടോ. കേട്ടോ പറയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിഴിപ്പൊറോട്ടയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല വിശപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. കണ്ണൂർ വരുമ്പോൾ എന്തായാലും ബാർക്കയിൽ കയറിയിട്ട് ഈ കിഴിപ്പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ബാർക്കയാണോ ബർക്കയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും ഇതിൽ കൂടുതൽ കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ഇതിലൊരു തുള്ളി പോലും ഇനി കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹസ്ബൻഡും അതുപോലെ തന്നെ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിൽ കൂടുതലുണ്ടായിരുന്നു. ശരിക്കും 2 പേർക്ക് ഒരു കിഴിപ്പൊറോട്ട ഓർഡർ ചെയ്താൽ തന്നെ ധാരാളമായിരിക്കും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കിഴിപ്പൊറോട്ടയ്ക്ക്. ഇവിടെ യൂബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ചു കേട്ടോ. ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോർട്ടിലോട്ടാണ് കേട്ടോ. ടെക്നോളജിയൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അതിനടുത്തുള്ള പ്ലേസുകളൊക്കെ കണ്ടുപിടിക്കാൻ ആരോട് ചോദിക്കുക പോലും വേണ്ട അല്ലേ. ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, പോവുക. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്കാണ്. അത് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഫോർട്ടാണ് കേട്ടോ. ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോർട്ടാണ് കേട്ടോ ഈ സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടോക്കാരാണെങ്കിൽ കറക്റ്റ് മീറ്റർ കാശ് മാത്രം വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇനി ചിലവരാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വാങ്ങിക്കും. പക്ഷേ എന്നാലും ഒരു ന്യായം ഉണ്ട് കേട്ടോ. ഒരു 10 രൂപ 20 രൂപയ്ക്ക് അവർ കൂടുതലും വാങ്ങിക്കുള്ളൂ. പക്ഷേ എറണാകുളത്ത് നേരെ സ്ഥിതി തിരിച്ചാണ്. ഇവിടെ വന്നിട്ട് ഓട്ടോ പിടിച്ച് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിയാണ് ഓട്ടോ. പലപ്പോഴും മിനിമം ചാർജ് 100 ആണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല വെയിലായിരുന്നു. നമ്മൾ ഏകദേശം ഉച്ച സമയത്ത് തന്നെയാണ് പോയത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ശരിക്കും വൈകിട്ട് സമയത്തായിരുന്നു പോകേണ്ടിയിരുന്നത്. 5:30 ആകുമ്പോൾ ഫോർട്ട് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ഇതാണ് ഫോർട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫോർട്ടിൻ്റെ ചുറ്റും നമുക്ക് പീരങ്കികൾ അടുക്കി വെച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരുപാട് പേർ അവിടെ വിസിറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. കൂടുതലും ലോക്കലൈറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്.
കുറച്ച് ഫോറിനേഴ്സിനെയും അവിടെ കാണാമായിരുന്നു. ഫോറിനേഴ്സിന് 300 റുപ്പീസും ഇന്ത്യൻസിന് 25 റുപ്പീസും ആണ് ചാർജ് വരുന്നത്. ശരിക്കും ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. 5:30 വരെ ഇവിടെ ടൈം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി ഈവനിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. കുറച്ച് നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 hours എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണം വരാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിനും മറ്റുമായിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്കിവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. ശോഭനയുടെ മകൾക്ക് എന്ന മൂവിയിലെ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഭാഗമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പണ്ടത്തെ ബാക്കിപത്രമായിട്ട് കുറച്ച് പീരങ്കികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പീരങ്കികളൊക്കെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ച നിലയിലാണ് ഉള്ളത് കേട്ടോ. ഇതുപോലെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയവരുടെ ഒരു അവശിഷ്ടം പോലും ഇപ്പോൾ ഭൂമിയിലില്ല. പക്ഷെ അത് ഉണ്ടാക്കിയവരുടെ കരവിരുത് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഫോർട്ടിന്റെ നിർമ്മിതിയോടുകൂടി കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഫീഡിംഗ് റൂമും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നടക്കുന്ന പാതകളെല്ലാം നല്ലവണ്ണം കല്ല് വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഗാർഡനും ഇതിനു ചുറ്റും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ വൃത്തി സൂക്ഷിക്കുന്ന ഒരു ഫോർട്ടാണിത് കേട്ടോ. ഈ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവ് അനുവദിച്ച സ്ഥലത്താണ് ഈ കോട്ടയുടെ നിർമ്മിതി ആരംഭിച്ചത്. ആദ്യത്തെ 5 ദിവസം കൊണ്ട് തന്നെ കോട്ടയുടെ ആദ്യ രൂപം പൂർത്തിയാക്കിയിരുന്നു അവർ. 158 വർഷം ഈ കോട്ട ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. 1663 ഈ കോട്ട ഡച്ചുകാർ പിടിച്ചടക്കി. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി അവർ കോട്ടയുടെ വലുപ്പവും വെട്ടിക്കുറച്ചു. 110 വർഷം ഡച്ചുകാരാണ് ഈ കോട്ട അടക്കി ഭരിച്ചത്. അതിനുശേഷം അന്നത്തെ 1 ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രമായി മാറി. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്കാണ് കടലിന്റെ അടിയിൽ കൂടിയുള്ള ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സൈനികർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യ തുരങ്കം നിർമ്മിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2015 ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ഉൾഖനനങ്ങളിലൂടെ തേങ്ങയുടെയും അതുപോലെ ഓറഞ്ചിന്റെ വലുപ്പത്തിലുള്ള 1500ഓളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തുകയുണ്ടായി. തുടർ ദിവസങ്ങളിൽ ഉണ്ടായ പരിവേഷണത്തിൽ 1300ഓളം ഇരുമ്പുണ്ടകളാണ് ലഭിച്ചത്. ഇവയുടെ തൂക്കം ഏകദേശം 250 ഗ്രാം മുതൽ 9 കിലോഗ്രാം വരെ തൂക്കമുള്ളവയായിരുന്നു. അന്ന് 13,000ഓളം ഇരുമ്പുണ്ടകളാണ് ലഭിച്ചത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന പരിവേഷണത്തിലൊടുവിൽ 35,950 പീരങ്കി ഉണ്ടകളാണ് ആകെ ലഭിച്ചത്. 10 ദിവസം കൊണ്ട് 4 കുഴികളിൽ നിന്നാണ് ഇത്രയും വെടിയുണ്ടകൾ ലഭിച്ചത്. കോട്ട മതിൽ വരെ ശേഖരം പരന്നു കിടന്നിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, അറക്കൽ, ബ്രിട്ടീഷ് എന്നീ 4 ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കി ഉണ്ടകൾ ആരുപയോഗിച്ചതാണെന്നുള്ളത് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അതിമനോഹരമായ ആ കടൽ കാഴ്ചകൾ കുറച്ചു നേരം നമ്മൾ കണ്ടാസ്വദിച്ചു. നമ്മുടെ കൂടെ അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. വെയിലത്ത് നടന്ന് അത്യാവശ്യം നല്ലവണ്ണം ദാഹിച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. കണ്ണൂർ കോക്ടെയിൽ എറണാകുളത്ത് നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും ഒതൻറ്റിക് ടേസ്റ്റ് ഇവിടുന്ന് തന്നെ വന്ന് കുടിക്കണം കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ ജ്യൂസ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇത് കുടിക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ പറയുമ്പോൾ തന്നെ അവർ നമുക്ക് ജ്യൂസ് തരുന്നുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പപ്പായയാണ് ബേസ് എന്ന് മാത്രം മനസ്സിലായി. പിന്നെ അതിനകത്ത് കുറേ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഒട്ടും വെയിറ്റിംഗ് ഇല്ല. പറയുമ്പോൾ തന്നെ അവർ നമുക്ക് അടിച്ചു തരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്ക് രൂപത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്ക് തന്നെയായിരുന്നു. പപ്പായയും ക്യാരറ്റും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഐസ്ക്രീമോ എന്തൊക്കെയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ജാറിൽ വെച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഫ്രീസറിനകത്ത് ഒരു വലിയ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഇവർ ഈ ജാർ എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പോടുകൂടി തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അതിൻ്റെ തിക്നെസ് എത്രത്തോളം ആണെന്നുള്ളത്. ഇങ്ങനെ വലിയൊരു ബേസിനിലോട്ട് അടിച്ചു വെച്ചിട്ടാണ് നമുക്ക് ആവശ്യാനുസരണം അവരെടുത്ത് ഒഴിച്ചു തരുന്നത്. പക്ഷെ അപ്പം തന്നെ തീരും തോന്നി, കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് മറക്കേണ്ട, കണ്ണൂർ കോക്ടെയിൽ അതിൻ്റെ പല വേർഷൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ MCS കോക്ടെയിൽ തന്നെ നോക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതുപോലെ തന്നെ ഒരു പമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. സ്കൂൾ കുട്ടികളും എല്ലാവരും ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു കംപ്ലീറ്റ് മീൽ കഴിച്ച എഫക്റ്റാണ് കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ കുടിച്ചതിൻ്റെ എഫക്റ്റ് മാറാൻ വേണ്ടി കുറച്ച് നേരം റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് വെളിയിൽ ഇറങ്ങി കേട്ടോ.
കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കണം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫ്രാൻസിസ് അലുക്കാസിൻ്റെ നേരെ ഈ ലൈനിൽ തന്നെ ബേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. അവിടെ നല്ല കല്ലുമ്മക്കായ നിറച്ച് കിട്ടുമെന്ന് ഒരു വഴിയാത്രക്കാർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നേരെ ഈ കല്ലുമ്മക്കായ ചോദിച്ചു. പക്ഷേ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു കേട്ടോ, കാരണം കല്ലുമ്മക്കായ നിറച്ചത് അപ്പോഴേക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരാളോട് ചോദിച്ചപ്പോഴാണ് നമുക്ക് പുതിയൊരു സ്പോട്ടിനെ പറ്റി അറിവ് കിട്ടിയത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. എല്ലാം നടന്നു പോകുന്ന ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബേക്ക് സ്റ്റോറിലുണ്ടായിരുന്ന മറ്റ് പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും ട്രൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായിരുന്നില്ല. കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ബാങ്ക് റോഡിലുള്ള ഈ ചെറിയ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ എത്തിച്ചേർന്നത്. നല്ല തിരക്കായിരുന്നു. അവർ ഫ്രഷായിട്ട് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്ത് നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു എറണാകുളത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒതൻറ്റിക് ടേസ്റ്റ് കണ്ണൂർ തന്നെ പോയി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായ നിറച്ചതായിരുന്നു. അപ്പോൾ ബാങ്ക് റോഡിലുള്ള ഈ ഷോപ്പ് എന്തായാലും നിങ്ങൾ കണ്ണൂർ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞായിരുന്നു കേട്ടോ തരുന്നുണ്ടായിരുന്നത്. പിന്നെ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പാഴ്സലും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അസോസിയേഷനിലുള്ള ബാക്കി ഡോക്ടേഴ്സിന് ഈവനിങ് നമ്മൾ കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാഴ്സലും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ക്ഷമയോടെ വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. തീർച്ചയായിട്ടും കണ്ണൂർ വരുന്നവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാതെ പോകരുത് കേട്ടോ. ബാങ്ക് റോഡിലുള്ള ഒരു സംസം ജ്വല്ലേഴ്സിൻ്റെ ഒക്കെ അതേ ലൈനിലാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഏകദേശം ഈ ചെറിയ ഷോപ്പെന്ന് പറയുന്നത് കേട്ടോ. ഈ ഷോപ്പിന് പേരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ച് വരേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തി കുറച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മുടെ വെന്യൂ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വെന്യൂ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് നാളെ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും എവിടേക്കാണ് നമ്മുടെ സ്റ്റേജും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സുനിൽ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ ഒരു ദിവസം മുന്നേ തന്നെ കാർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഡോക്ടറായിട്ട് കുറച്ച് നേരം നമ്മൾ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തെ മേക്കപ്പിൻ്റെ കാര്യവും മേക്കപ്പ് മാനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നാളത്തെ പ്രോഗ്രാമിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ എല്ലാ ബ്രാഞ്ചസും തമ്മിലുള്ള കോമ്പറ്റീഷനാണ് കേട്ടോ ഇത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഡോക്ടേഴ്സിനെയും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബാച്ച്മേറ്റും അതുപോലെ തന്നെ ക്ലാസ്മേറ്റിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അവരും വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ നേരെ ബീച്ചിൽ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ബാക്കിയുള്ളവരായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലുള്ള ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 പേരും പോകുന്നു. ഒന്ന് തിരിക്കും. ഹായ് ഹായ്, ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ച് തകർക്കും. അതെ അതെ അതെ. ഇപ്പോൾ ഞങ്ങള് കല്ലുമ്മക്കായ കഴിച്ചു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പോയി കൂടുതൽ കഴിച്ച ആൾക്കാർ എന്റെ സൈഡിലും ബാക്കിലുണ്ട്. അവരുടെ അവസ്ഥ നാളെ ഞാൻ പറഞ്ഞുതരാം. ഈ മനുഷ്യൻ കഴിച്ചിട്ടുണ്ട്. നാളെ താടിയും വീഴ്ചയൊക്കെ എടുക്കാൻ പോവാണ്. ബൈ. അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ചിൽ പോയിട്ടോ. അവിടെ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു വാക്കിങ്ങിനൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ എവിടെ ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ നമ്മൾ സുനിൽ ഡോക്ടറെ കൊണ്ട് നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ പോയിട്ടോ. നമ്മൾ മൂന്നാളൂടെ കുറേ നേരം വഴിതെറ്റി കറങ്ങി അവസാനം നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി എത്തി കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് 3 പേർക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ നമുക്ക് പ്രോഗ്രാമിന് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നേരെ കണ്ണൂർ കോക്ടെയിലും കുടിച്ച് റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കണ്ണൂരിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കണ്ണൂർ പോകാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണാം. അപ്പം നാളെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൻ്റെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.